അബ്ദുൾ സമദ്, ഇത് UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പാണോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായും UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. കാരണം UDF സർക്കാരിന് നേരത്തെ ഇവിടെ ഇൻട്രോ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആണെങ്കിലും UDF സർക്കാരിന്റെ ആണെങ്കിലും പ്രഖ്യാപിത നിലപാടായിരുന്നു മുമ്പ് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻഡ് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ആ അംഗീകരിക്കുന്ന 2 സ്റ്റാൻഡ്സ് പോലും ഇത്തരത്തിൽ നിർബന്ധമായി അല്ലെങ്കിൽ ചൊല്ലാനുള്ള നിർദ്ദേശമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറയുന്ന കാര്യം അവിടെ അപ്പോൾ പോലും അംഗീകരിക്കാവുന്നതല്ല. അവിടെ നിന്നാണ് അത് മാറിയിട്ട് മുഴുവനും വന്ദേമാതരം മുഴുവനും ഇത്തരത്തിൽ ചൊല്ലാനുള്ള നിർദ്ദേശം അത് സർക്കാരിന്റെ ഭാഗത്ത് വരുന്നത് സ്വാഭാവികമായിട്ട് ഇരട്ടത്താപ്പാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിന്റെ സർക്കാർ അധികാരത്തിലേറിയിട്ട് വളരെ കുറച്ചു കാലം മാത്രമായിട്ടുള്ളൂ. ഈ സമയത്ത് എന്തുകൊണ്ടാണ് കേരളത്തിൽ UDF അധികാരം ജനങ്ങൾ നൽകിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ UDF മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തു? അതെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഹിന്ദുത്വ സംഘപരിവാർ ആശയങ്ങളുടെ എതിർപ്പിന്റെ ഭാഗം കൂടിയാണ്. ഒരുപാട് വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളതാണ്. LDF സർക്കാർ കേരളത്തിൽ മതേതരത്വം ഭാവിച്ച് നടക്കുമ്പോൾ, മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, അതേസമയം കേന്ദ്ര സർക്കാരിന് വേണ്ടി അവിടെ ആശയപ്രചാരണത്തിന് വേണ്ടി അവരോട് സംയമന നിലപാടുകൾ എടുത്തുകൊണ്ട് അവരുടെ പല ആശയങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി അവരെ സഹായിച്ചുകൊണ്ട് ഇടപെട്ടു എന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിനെ വളരെ ശക്തമായി മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഒരു കാരണവശാലും വർഗീയതയോട് ഞങ്ങൾ രാജിയാവില്ല, ഒരു കാരണവശാലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും അജണ്ടകൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും പിന്തുണ നൽകില്ല, കൂടെ നിൽക്കില്ല എന്ന് കേരളത്തിന് വാഗ്ദാനം നൽകിയതിനു ശേഷമാണ് UDF സർക്കാരിനെ ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ശ്രീ അബ്ദുൾ സമദ്, ഇവിടെ കേന്ദ്രത്തിന്റെ ചില പരിപാടികൾ നോക്കൂ. ഇപ്പോൾ ഹർ ഹർ തിരങ്ക എന്നുള്ള പരിപാടിയുണ്ട്. അത് ഈ ഓഗസ്റ്റ് 9 മുതൽ 17 വരെ. അതുപോലെ തന്നെ ആസാദി കാ അമൃത് മഹോത്സവ് ഉണ്ട്. അതുപോലെയാണ് വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷം. ഇത് മൂന്നും കൂടി ചേർത്താണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഉള്ളത്. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിന് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ലയോ? അതാണല്ലോ ഡിബേറ്റിംഗ് പോയിന്റ്. തീർച്ചയായും ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ശക്തമായ, ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ പല വിഷയങ്ങളും പല സംസ്ഥാനങ്ങളും പല സാഹചര്യങ്ങളിൽ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഐഡിയോളജിക്കൽ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് പോലും ഒഴിവാക്കിയതാണ് മാറ്റി നിർത്തിയാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതുവരെയുള്ള തമിഴ്നാടും ഇതിനു മുമ്പ് മമതയുടെ കാലത്ത് ഈ അവസാനത്തെ ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് വരെയുള്ള ബംഗാളും. ഒരുപാട് വിഷയങ്ങൾ അവർ ശക്തമായിട്ട് നിലപാടെടുത്താണ്. അത്രത്തോളം ഒന്നും ശക്തമായിട്ടുള്ള നിർദ്ദേശം അല്ലാതെ വന്നിട്ടുള്ള ഈ വിഷയത്തിൽ അത് വളരെ പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ നിർദ്ദേശം വരുമ്പോഴേക്ക് അതിന് അംഗീകരിക്കാനും ഓർഡറായിട്ട് താഴേക്ക് പാസ് ചെയ്യാനും ഉള്ള ഒരു ആവേശം അത് ഇവിടെ മാത്രമാണ് കണ്ടത്. അത് നമുക്കറിയാം. ഇപ്പൊ തൊട്ട് മുമ്പുണ്ടായിട്ടുള്ള PMC വിഷയത്തിൽ അവസാനം എന്തുകൊണ്ട് സർക്കാർ ഡിഫൻസിലാവുന്നു? എന്തുകൊണ്ട് രേഖകൾ പുറത്തു വരുന്ന സമയത്ത് അവർക്കൊന്ന് പിന്മാറാനുള്ള ക്ലോസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഡിഫൻസിലാവേണ്ടി വരുന്നു? ആ ക്ലോസിനെ പറ്റി എന്തുകൊണ്ട് മുന്നേ അന്വേഷിക്കാതിരിക്കുന്നു? ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിൽ അത് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ സംഘപരിവാര രാഷ്ട്രീയത്തെ അതിനൊന്നും വല്ലാതെ എതിർക്കാതെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഇതിനുശേഷം ഈ ചീഫ് സെക്രട്ടറിയുടെ ഈ DO, ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലല്ലോ, DO ആണ്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണ്. DO വന്നതിന് ശേഷം, ചീഫ് സെക്രട്ടറിയുടെ DO പുറത്തു വന്നതിന് ശേഷം മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് രാജ്ഭവന്റെ നിർദ്ദേശമാണ്, അതപ്പോൾ ചീഫ് സെക്രട്ടറിയെ താഴേക്ക് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് അറിഞ്ഞിട്ടില്ല, സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ല, അന്വേഷിക്കും എന്നുള്ള കാര്യമാണ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പറഞ്ഞത് ഇത് അങ്ങനെ ആലപിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ്. ഇത് വ്യക്തതയുള്ള മറുപടികളാണോ? ഒരിക്കലും വ്യക്തതയുള്ള മറുപടികളല്ല എന്നുള്ളതാണ്. കാരണം വ്യക്തത മറുപടി എന്ന് പറയാൻ കാരണം ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങൾ താഴേക്ക് പോകുന്നത് വെറും കേന്ദ്ര സർക്കാരിന്റെ രാജ്ഭവന്റെ നിർദ്ദേശം വരുമ്പോഴേക്ക് അത് അങ്ങനെ സാങ്കേതികമായി ഇവിടെ ആയിട്ടുള്ള ഗവൺമെന്റ് അറിയാതെ ഒരു നിലക്കും അവരുടെ ഒരു അറിവില്ലാതെ അവരുടെ ഒരു നിലക്കുള്ള കൂടിയാലോചന നടത്താതെ രാജ്ഭവൻ നിർദ്ദേശം വരുമ്പോഴേക്ക് അബോധമായി അല്ലെങ്കിൽ ഒരു നിലക്കും ശ്രദ്ധിക്കാതെ താഴത്തേക്ക് വിടുന്ന അതും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം. ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് വിഷയങ്ങളെ പറ്റി വ്യക്തമായിട്ട് ധാരണ മനസ്സിലായിരിക്കുമല്ലോ. അപ്പോൾ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം ഇത് മുമ്പ് മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് ആലപിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇത് ഒരിക്കലും നാഷണൽ ആന്തത്തിന്റെ ഗ്രേഡിലേക്ക് മാറ്റേണ്ടതില്ല. അത്തരത്തിൽ എന്താ പറയാ ഡിസ്ഹോണസ്റ്റുമായി ബന്ധപ്പെട്ട് ശിക്ഷകൾ ഇതിന് കൊടുക്കേണ്ടതില്ല എന്ന് മുമ്പ് വലിയ ചർച്ചകളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കാര്യത്തെ ഒരു തരത്തിലുള്ള ശ്രദ്ധയില്ലാതെ അങ്ങ് സ്വാഭാവികമായി അശ്രദ്ധയായി അവെയർ അല്ലാതെ താഴേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് സ്വീകരിക്കാം. ഇതാണല്ലോ ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത് ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.